ഓണസദ്യയ്ക്ക് ഒഴിവാക്കാനാവാത്ത അപാര രുചിയുള്ള ഒരു കൂട്ടെരിശ്ശേരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. കഴിഞ്ഞ ദിവസം ഓണസദ്യയുടെ 9 കറികളുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വൻപയർ അരക്കപ്പ് വൻപയർ നമ്മൾ എടുത്ത് കഴുകി ഒന്ന് കുതിരുന്നതിനായിട്ട് നമുക്ക് വയ്ക്കാം. ഇനി ഇതിനായിട്ട് മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. 300 ഗ്രാം മത്തങ്ങയും 300 ഗ്രാം ചേനയും. നല്ല വിളഞ്ഞ 100 മത്തങ്ങ എടുക്കണം. തൊലിയെല്ലാം ചെത്തി കുരുവ് നീക്കി കഴുകി ഒരുവിധം മുഴുത്ത കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കാം. അതുപോലെ ചേനയും സ്ക്വയർ പീസസ് ആയിട്ട്, ഇത് നന്നായിട്ട് പെട്ടെന്ന് വേകുന്ന ചേനയാണ്. ഇത് രണ്ടും നമുക്ക് നുറുക്കി വയ്ക്കാം. കുക്കറിലേക്ക് നമുക്ക് വൻപയർ ചേർത്ത് വേകുന്നതിനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ചേനയും മത്തൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 7 പച്ചമുളക് കീറിയത്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. അരമുറി തേങ്ങ അരപ്പിനായിട്ട് ചിരണ്ടിയത്, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി. ജീരകം ഒരു 1/4 ടീസ്പൂൺ എടുക്കാം. ഇനി വറവിനാവശ്യമായ തേങ്ങ ചുരണ്ടിയത്, ചുവന്നുള്ളി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്. നമുക്ക് അരപ്പിനുള്ള തേങ്ങ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതിലേക്ക് മാറ്റി അരപ്പ് ചേർത്ത് കൊടുക്കാം. വീഡിയോ എടുക്കാൻ സൗകര്യത്തിനാണ് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പൊന്ന് തിളച്ച് ഒന്ന് കഷ്ണങ്ങളുമായിട്ടൊന്ന് ചേരണം. നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പാകത്തിന് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ശർക്കരയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയും കൂടെ ചേർത്തൊന്ന് ഇളക്കി വാങ്ങി വയ്ക്കാം. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചുരണ്ടിയത്, ഒരു 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയതുണ്ട്. അതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല ചുവക്കെ വറുത്തെടുക്കണം. ഇത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി സ്വാദിഷ്ടമായ എരിശ്ശേരി റെഡി.